എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലെ മീൻമുട്ടി വാട്ടർഫാൾസിനടുത്തുള്ളൊരു റിസോർട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നല്ല പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമായത്. ചുറ്റിനും മലനിരകളും തേയിലത്തോട്ടവും ഒക്കെയാണ്. അപ്പുറത്ത് കാപ്പിത്തോട്ടമുണ്ട്. ഒന്ന് കറങ്ങാനുള്ള സമയം കിട്ടിയില്ലല്ലേ? എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനും പറ്റിയില്ല. സ്വിമ്മിംഗ് പൂളിലൊക്കെ ഞങ്ങൾ രാവിലെ ഇറക്കാമെന്ന് പറഞ്ഞല്ലേ, അതല്ലേ സ്വിമ്മിംഗ് പൂള്? അപ്പോൾ കുഞ്ഞുങ്ങളി പറഞ്ഞ് തണുപ്പാന്ന്. രാവിലെ നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് എനിക്ക് മടിയായി. അപ്പോൾ പിന്നെ ഞങ്ങളെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. അതിൻ്റെ അമ്മയ്ക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നത്. നമുക്ക് എന്നാൽ അങ്ങോട്ട് പോവാം. പുത്തേട്ട് ഫാമിലിയുള്ള എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇഷ്ടംപോലെ കാപ്പിത്തോട്ടമുണ്ട്. കാപ്പിത്തോട്ടം, കമുക്, പിന്നെ കൊടി, തേയില, എല്ലാ സംഭവങ്ങളുണ്ട്. ഇവിടെ വേറൊരു വാട്ടർഫാൾ കൂടെ ഉണ്ടായിരുന്നു, സൂചിപ്പാറ വാട്ടർഫാൾസ്. അത് ഇവിടുന്ന് 26 കിലോമീറ്റർ ഉണ്ട്. വടുവഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമുക്ക് വലത്തേക്ക് പോവാം ഇവിടുന്ന്. ഇത് അമ്പലവയൽ. പുതുപ്പള്ളി അല്ല, പുൽപ്പള്ളിക്ക് ഈ 10-25 കിലോമീറ്റർ കൂടെ ഉണ്ട്. വയനാടൊക്കെ ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, പക്ഷെ നമ്മൾ എവിടെയും പോയില്ലല്ലോ. നമുക്ക് വയനാട്ടിലേക്ക് പിന്നെ ഒരു ട്രിപ്പായിട്ട് വരാം. അത് കുറച്ച് ദിവസം വേണം, അല്ല ഒരു ദിവസമോ 2 ദിവസമോ വന്നിട്ട് എല്ലായിടവും കണ്ടിട്ട് പോക്ക് നടക്കുകയല്ല. ലോറിക്ക് പോവാം. ലോറിക്കല്ലേ? കാരവനും കൊണ്ട് വരാം. വഴികളെല്ലാം നല്ല വഴികളാണ് കേട്ടോ, നല്ല ടാറിങ്ങാ, വലിയ തിരക്കുമില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ, ഇടുക്കിയും വയനാടും നമുക്ക് ട്രാഫിക് ഇല്ലാത്ത കേരളത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്ന 2 ജില്ലകൾ. ഇടുക്കിയും വയനാടും ഒക്കെ അവധി ദിവസമാണെങ്കിൽ തിരക്കായിരിക്കും. അവധി ദിവസമാണെങ്കിൽ ടൂറിസ്റ്റുകളുണ്ടാവും, എന്നാലും കുറച്ചൊക്കെ തിരക്കുണ്ടാവും. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ താമരശ്ശേരി ചുരത്തിലെ ബ്ലോക്ക്, അതൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഇന്നലെ ഇപ്പുറത്ത് നാടുകാണി വഴി വന്ന ഏതൊക്കെയാലും നന്നായി, ചുരം ബ്ലോക്കായിരുന്നാണ് പറഞ്ഞത്. ആദ്യം നമ്മളെ താമരശ്ശേരി വഴി വരാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും രണ്ടാമത് പിന്നെ പ്ലാൻ മാറ്റിയതല്ലേ. അപ്പം അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ വരാൻ പറ്റി. വഴി കിടന്നതിന് രാത്രി ആയാലും വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാറെ കയറിയ ഭയങ്കര ക്ഷീണമാണ്. ലോറിയാണ് ഒരു കുഴപ്പമില്ല, എത്ര ദിവസം വേണേലും ലോറി പൊക്കത്തിലല്ലേ, കാർ താന്നിരിക്കുന്ന ഈ എൻഡവറയിൽ ഇരുന്നിട്ട് അത്ര താന്നാണോ ഇരിക്കുന്നത്? ലോറി ഇരിക്കുന്ന അതില്ല, അത് ശരിയാ. കാരാപ്പുഴ ഡാം, ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മള് മീനങ്ങാടി വഴിയാ പോകുന്നത് പുൽപ്പള്ളിക്ക്. നോക്കിയേ, ഇത് കാപ്പിത്തോട്ടമാ, വനത്തിൽ കൂടെ പോകുന്നുണ്ടല്ലോ. അതെ. ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം, കോളേരി. വിപുലീകരിച്ച BJ കേക്ക് ഫെയറിയുടെ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് പ്രശസ്ത വ്ലോഗർ പുത്തേട്ട് ഫാമിലി മെമ്പേഴ്സ് ആണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം പുൽപ്പള്ളിയുടെ മണ്ണിലേക്ക്. പുത്തേട്ട് ഫാമിലിയിലെ രതീഷ് സാറിനെയും അതുപോലെ തന്നെ പെൺപുലിയായ ജലജ മാഡത്തെയും പുൽപ്പള്ളിക്ക് മധുരം നൽകിക്കൊണ്ട് ഏറെക്കാലം നിലനിൽക്കാൻ വെൽക്കം ഓൾ. ഇന്ന് ഇവർ ആരംഭിക്കുന്ന സംരംഭം വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ ഒരുപാട് ഔട്ട്ലെറ്റുകൾക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു ചെറിയ വേളയായി മാറട്ടെ. നമ്മുടെ സന്തോഷങ്ങൾ ഇനി BJ കേക്ക് ഫെയറിനോടൊപ്പം. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ വയനാട്ടിലെ. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്മുടെ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങുന്ന നമ്മുടെ അഖിലയ്ക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നു. അപ്പം രുചിയുടെ പുതിയൊരു യാത്രയുടെ തുടക്കമാണ് നമുക്ക്, അല്ലേ? കേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്, അല്ലേ? കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ലേ എല്ലാവർക്കും? അപ്പോൾ കേക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ മധുര പലഹാരം മാത്രമല്ല, നമ്മുടെയൊക്കെ വീടുകളിലെ എല്ലാ ആഘോഷങ്ങളുടെയും ഒത്തുചേരലുകളുടെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത്, അഖിലേക്ക് എല്ലാ ആശംസകളും. പിന്നെ എൻ്റെ ഒരു യാത്രയിലെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും
അതുപോലെ ഞങ്ങളുടെ ഫാമിലിയുടെയും സപ്പോർട്ട് പോലെ തന്നെ അഖിലയുടെ എല്ലാ പിന്തുണയ്ക്കും അഖിലയുടെ ഭർത്താവായ ബിജോയും ഫാമിലിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു വിജയം കൂടിയാണ് ഇന്ന് ഈ സ്ഥാപനം. അഖിലയ്ക്ക് ഒരുപാട് ആശംസകൾ അറിയിക്കുന്നു. ഇനിയും ഇതുപോലെ നമ്മുടെ ഈ പുൽപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മുന്നോട്ടും ഒരുപാട് കടകളൊക്കെ ഷോറൂമുകളൊക്കെ തുറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജഗദീശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട ജലജ മേഡത്തെ ഈ രീതിയിൽ ഒരു പെൺപുലിയാക്കി മാറ്റിയെടുത്തതിന് പിന്നിൽ രതീഷ് സാർ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സാറിന്റെ നല്ല വാക്കുകളിലേക്ക്. അധികം പ്രസംഗിച്ചൊന്നും എനിക്ക് പരിചയമില്ല, എങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും പിന്നെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ഒരു ഉൾക്കരുത്തും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ചെറിയൊരു നിലയിൽ നിന്നും വലിയ നിലയിലേക്ക് എത്തിപ്പെടാനാവും. അതാണ് ഇപ്പം ജലജ പോലും വണ്ടിയൊക്കെ ഓടിക്കാനൊക്കെ മടിയായിരുന്നു. ഞാൻ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഇപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകളാണെങ്കിൽ പോലും ഏത് നിലയിലേക്ക് നമുക്ക് നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. അതുണ്ടെങ്കിൽ അപ്പം ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാ കടന്നു വന്ന പുത്തേട്ട് ഫാമിലിക്ക് ലോറിയിൽ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ലോറിയൊക്കെ കാണാനൊക്കെ വിചാരിച്ച് ലോറി എവിടെ സൈഡാക്കുമെന്നൊക്കെ ഞാനിങ്ങനെ പ്ലാൻ പറഞ്ഞിരിക്കുന്നതാണ്. കാറിലാണ് വരുന്നത്. എനിവേ വലിയൊരു സന്തോഷം. ഒത്തിരി നന്മകൾ ഉണ്ടാവട്ടെ. നിങ്ങളിവിടെ വന്നിട്ട് ഇവിടെ ഒത്തിരി കറങ്ങാൻ സ്ഥലമുണ്ട്. ഈ വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കർണാടക ബോർഡർ, മാവിലാന്തോട്, തലശ്ശേരിയും ഒക്കെ കാണാം. അതിന് വേണേൽ ആരും ഞങ്ങൾ സഹായം വിട്ടുതരാം. അപ്പോൾ എല്ലാം ഒന്ന് കറങ്ങി പുൽപ്പള്ളി വയനാട് ഒന്ന് എൻജോയ് ചെയ്ത് ഇത് നിങ്ങളൊരു ജീവിതത്തിൽ പല സ്റ്റേറ്റുകളിലും പോയെങ്കിലും പുൽപ്പള്ളി ഒരു കീനോട്ടായിട്ട് മനസ്സിൽ നിൽക്കാൻ പാകത്തിന് പോകണം. എല്ലാവിധ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾ വിളിച്ചിട്ട് വളരെ സന്തോഷപൂർവ്വം ജലജ ചേച്ചിയും ചേട്ടനും എല്ലാ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഇത്രയും ദൂരം നിന്നാണ് അവർ വന്നത്. അവർക്ക് അടുത്ത ലഡാക്ക് ട്രിപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കുറഞ്ഞ ടൈമിൽ ഇത്ര ഡിസ്റ്റൻസ് യാത്ര ചെയ്ത് വന്നതിന് ഒരുപാട് നന്ദി നിങ്ങളോട് 3 പേരോടും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഓഫീസായ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ പ്രസിഡന്റ് നമ്മളെ ഇങ്ങോട്ടൊന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ അംഗൻവാടി ഹെൽപ്പേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി പേരെ കൊണ്ട് കാണാൻ സാധിച്ചു ഇവിടെ വന്നിട്ട്. എന്നോട് പറഞ്ഞ സ്ത്രീകൾക്ക് പ്രചോദനമാകുന്ന എല്ലാ കാര്യവും ഇവിടെ പറഞ്ഞോളാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും ഒക്കെ മനസ്സുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിന്ന് ഇവിടെ വന്ന് ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. ഇതും നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സാണ്. ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ വീട്, പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യം എല്ലാവരോടും. പേരെങ്ങനെ? വിപിൻ. വണ്ടി ഓടിക്കുക. അപ്പോൾ ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഇവിടെ നമ്മുടെ പ്രിയങ്ക ഗാന്ധി ഉദ്ഘാടനം ചെയ്തേ ഉള്ളൂ, കുറച്ച് ദിവസമായിരുന്നു. ഇത് നമ്മുടെ ജോയിച്ചേട്ടൻ നമ്മുടെ നേരത്തെ ഒരു വീഡിയോക്കകത്തൊക്കെ ഉള്ളതാണ്. നമ്മൾ പണ്ട് വയനാട്ടിൽ ലോഡ് കയറ്റാൻ വന്നായിരുന്നല്ലോ അന്നത്തെ. ഇത് ചേട്ടൻ്റെ വൈഫ് ചേച്ചി, കൊച്ചുമോന്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ BJ കേക്കിലെ കേക്ക് ഉണ്ടാക്കുന്ന ആൾ, ഇതിൻ്റെ എല്ലാമായ അഖില. അപ്പോൾ അഖില നല്ല സൂപ്പർ കേക്കൊക്കെ ഉണ്ടാകും. എത്ര ഐറ്റം ഉണ്ട്? നമുക്ക് 80 വെറൈറ്റി ഉണ്ട് ഫ്രഷ് ക്രീമിൽ. ഡ്രൈ കേക്കിൽ ഇപ്പം ഞാൻ 10 വെറൈറ്റി ചെയ്യുന്നുണ്ട് സ്പെഷ്യലായിട്ട്. എല്ലാം നല്ല ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്യുന്നത്, പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. നമുക്ക് ഡ്രൈ കേക്ക് ഓൾ കേരള അവൈലബിൾ ആണ്. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഹോം മെയ്ഡായിട്ട് ഫ്രഷ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഒരു പ്രിസർവേറ്റീവ്സ് അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിൽ ഈ ചക്കയുടെ കേക്കുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങളെ അവിടെ ചോക്ലേറ്റ് കേക്കൊക്കെ തിന്നുകൊണ്ടിരിക്കുക. ചേട്ടയും കൊണ്ടുപോവാ, നിങ്ങളോ ഇവിടെ ഇരിക്കും. ചേച്ചിയുടെ ഭയങ്കര ആരാധകനാ. ഇരിക്കും. ഞാൻ ചിലപ്പോൾ വഴക്കുണ്ടാക്കാറുള്ളത് ഇതിരുന്ന് കാണുമ്പോൾ. തേങ്ങ എണ്ണാൻ വേണ്ടി വരും, വിളിക്കുന്നത് അതിന് മാത്രമേ വിളിക്കുള്ളൂ. അപ്പൊ എന്നോട് പറയാം ഇതിരുന്ന് കാണുമായിരിക്കും രാവിലെ. കുറച്ചല്ലേ ചേച്ചി, ഭയങ്കര താല്പര്യം. അല്ലേ അത്യാവശ്യം വണ്ടിയോടെ കുറച്ച് ഭ്രമമൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത്, ആദ്യം കാണുന്ന സമയത്ത് പുള്ളിക്കാരൻ പറയും, നിങ്ങളിങ്ങനെ മൊബൈലും കണ്ടുകൊണ്ടിരുന്നോ, ഇതിപ്പോൾ നോക്ക് അവരുടെ ഇത് നോക്ക്,
അവർ ലോറി ജീവിക്കാൻ വേണ്ടി ലോറി ഓടിക്കുന്നുണ്ട്, അതിലൂടെ ഒരു വ്ലോഗും ചെയ്യുന്നുണ്ട്. നിങ്ങളിത് കണ്ടുകൊണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. ഇത് എന്നെ കുറ്റം പറഞ്ഞ് അവസാനം ഇപ്പം അഖിലേക്കും കാണുന്നൊക്കെ. അത് കഴിഞ്ഞ് അവസാനം അഖില പറയും എനിക്ക് ഇതുപോലെ പോകണം, എനിക്കിങ്ങനെ ലോറിയിൽ പോകണം, ഒന്ന് ഡ്രൈവ് ചെയ്ത് ദൂരേക്ക് പോകണം എന്നൊരു ഭയങ്കര ആഗ്രഹമാണ്. ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ചേച്ചി ഇങ്ങനെ പോകുന്ന കണ്ടപ്പം ചോദിച്ചിട്ടുണ്ട് എന്നെ കൂടെ വിടാവോ, ഒരു പ്രാവശ്യം ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന്. അടിപൊളി. ഇനി എല്ലാ വണ്ടികളും നന്നായിട്ട് ഓടിക്കട്ടെ. അതുപോലെ ഈ സ്ഥാപനത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഇവിടെ പുൽപ്പള്ളിയിലുള്ളവർ മാത്രമല്ല, കേരളത്തിലുള്ളവർ, ലോകത്തുള്ളവർ മുഴുവൻ നമ്മുടെ കേക്കിന്റെ ടേസ്റ്റ് സാധിക്കട്ടെ. കാശ്മീർ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട്, അല്ല ഹിമാലയ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ കഴിഞ്ഞിരുന്നല്ലോ, അത് ഇങ്ങനെ കിടക്കുവല്ലേ. ഹിമാലയ അല്ല, മേഘാലയ 2 ദിവസമായി. അപ്പം നമ്മൾ തൽക്കാലം പുൽപ്പള്ളിയിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സ്നേഹമെല്ലാം അതെ അറിഞ്ഞ് ഇനി നമ്മൾ നേരെ ഇതുവഴി പോകണം, താമരശ്ശേരി വഴി പോകണോ? പിന്നെ താമരശ്ശേരി വഴിയല്ലേ നമ്മൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് അതുവഴി വന്നില്ല, ഇനി തിരിച്ചേലും അതുവഴി പോകണ്ടേ. പോയേക്കാം. അപ്പം നമ്മളിനി വയനാട് ചുരം ഇറങ്ങാൻ പോവാണ്. കുഞ്ഞിക്കിളി, ഇതാരാന്നറിയാമോ? ഇതാണ് കരിന്തണ്ടൻ മൂപ്പൻ. അപ്പം ഇദ്ദേഹമാണ് നമ്മുടെ താമരശ്ശേരി ചുരം കണ്ടുപിടിച്ചത്. അതിന് ബ്രിട്ടീഷുകാരെ സഹായിച്ച ഇദ്ദേഹമാണ്. 1750-നും 1800-നും ഇടയ്ക്ക് ജീവിച്ചിരുന്ന, അതായത് ഇവിടുത്തെ ചിപ്പിലിത്തോട് കാടുകൾ ജീവിച്ചിരുന്ന പണിയ മൂപ്പനായിരുന്നു കരിന്തണ്ടൻ. അപ്പോൾ ഈ ചുരം കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊന്നുകളഞ്ഞു. നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഈ മൂപ്പൻ്റെ ആത്മാവ് ഈ ചങ്ങലയുണ്ടോ അതിൽ കുടികൊള്ളുന്നെന്നാണെന്ന് വിശ്വാസം. കുഞ്ഞിക്കളേ, അപ്പം നമ്മൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അതായത് ഇനി ചുരം ഇറങ്ങി താഴേക്ക് പോവാ. ചുരം ആയോ? ചുരം അതായത് ഇവിടെ തൊട്ട് തുടങ്ങാം. ഇതുണ്ടോ ടാങ്ക് വിസിറ്റ് ചെയ്യാൻ എൻട്രൻസ് ഉണ്ടോ? ഞാൻ കയറാൻ പോവാ. എങ്ങോട്ട്? മേളിലോട്ട്. മുകളിലോട്ട് കയറാൻ പോകണം? അത് ഇതിന് മുകളിലോ? ഞാൻ കയറാൻ പോവാന്ന് വെച്ചപ്പോ ഞാൻ ഓർത്താ കമാനം ഇല്ല, അതിന്റെ മുകളിൽ കയറാൻ പോവാന്ന് ഓർത്ത്. ഈ ഇവിടെ ഇതിന്റെ ഗ്ലാസ് മാറ്റിയിട്ട് ഇതിന് നടുക്ക് കയറി നിൽക്കാനല്ലേ? ഇപ്പോഴല്ലേ മനസ്സിലായത്. അയ്യോ അതെ, വേണ്ട, വേണ്ടേ? എനിക്ക് രണ്ടുപേര് ഇരിക്കുന്നുണ്ടോ? ഉണ്ടേ. ഇവിടെ ലോറിയും കൊണ്ട് വന്നാൽ നമുക്ക് ഇവിടെ നിർത്തി ഇതൊന്ന് കാണാൻ പറ്റിയല്ല. അതെ, അതാ ഞാൻ പറഞ്ഞു ഇവിടെ നിർത്തി കണ്ടിട്ട് പോവാന്ന്. താഴേക്ക് നോക്കിക്കേ, ഇവിടെ നോക്കി കുഞ്ഞിക്കില്ലേ, അതുകൊണ്ട് താഴേക്ക് ബസ്സൊക്കെ കയറി വരുന്നുണ്ടോ? ആ വഴിയാ നമുക്ക് ഇറങ്ങി പോകണ്ട കേട്ടോ. അതോ? ഇതിലേ ഇറങ്ങി അങ്ങ് താഴെ ചെല്ലണം. ഇനി നേരെ ചുരം തീരുള്ളൂ. അങ്ങനെ ബസ്സൊക്കെ കയറി വരുന്നുണ്ടോ? താഴെ നിൽക്കുന്നവരോട് ചൂടാവുക, ദേഷ്യപ്പെടുകയാണല്ലോ. ഇപ്പം നിർത്തി കേട്ടോ. ഇപ്പോഴേ നമുക്ക് പോയേക്കാം. ഇവിടെ അധികം നേരം നിൽക്കണ്ട, നിന്ന് വഴിയൊക്കെ തിരക്കാവും. പക്ഷെ ഇവിടെ എല്ലാം ഈ വേസ്റ്റ് ഒന്നും തൂത്തുമായിരുന്നില്ല കേട്ടോ. താഴെ കുഴിയിലോട്ട് നോക്കണം, എന്തോ ഒരു വേസ്റ്റ് ആയിട്ട് പ്ലാസ്റ്റിക്കും കുപ്പികളും. ഇവിടെ ഈ ചുരത്തെ മിക്കവാറും ബ്ലോക്ക് ആവുന്നതാണ്. ഇന്നലെ നമ്മൾ അപ്പുറത്തൂടെ പോയോണ്ടാക്കിയാലും വലിയ തിരക്കില്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റി. ഇന്നലെ ഇവിടെ ബ്ലോക്കായിരുന്നാണ് പറഞ്ഞത്, രാത്രിക്കൊക്കെ നല്ല ബ്ലോക്കായിരുന്നാണ് പറഞ്ഞത്. താഴേന്ന് വലിയ വണ്ടി കയറി വരുമ്പോഴേ വളവൊക്കെ വീതി കുറവല്ലേ, ചില സ്ഥലങ്ങളിൽ നല്ല വീതി കുറവുണ്ട്. ആ വണ്ടിയുടെ ഹൗസിങ് പോയി. ഹൗസിങ് അഴിച്ചു വെച്ചേക്കുന്നത്, ഹൗസിങ്ങിൻ്റെ ക്രൗൺ കമ്പനിയാണ്. ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ടോ? കണ്ടോ, മഞ്ഞ് മൂടി മുകളിലോട്ട് നോക്കി, കോട ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ. അതുകൊണ്ടോ ഒരു മോഡൽ. ഇത് കുറച്ചുകൂടെ വീതി കൂട്ടിയാലും ഉണ്ടല്ലോ ഇത്രയും പ്രശ്നങ്ങളുണ്ടായാലും ഈ വളവൊക്കെ. അതെ, നാട് കാണിച്ചൊരുത്തിനാണ് ഇച്ചിരൂടെ വീതി, നല്ല വീതിയുണ്ട്. ഇവിടെ ഒക്കെ എന്നാ ഇരുണ്ട കിടക്കുന്നെന്ന് നോക്കി. നല്ല ചീവീടിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. നല്ല ചീവീടിന്റെ കരച്ചിലോ. ലോറിയൊക്കെ കണ്ടോ, അപ്പോൾ അതൊക്കെ ഇറങ്ങിപ്പോന്നെ. അതുകൊണ്ടും കാറുകൾ കൂടുതലുണ്ടെങ്കിലേ ഓട്ടോയ്ക്ക് കയറിപ്പോകാനൊക്കെ പാടല്ലേ, അതുകൊണ്ടും തിരക്കുണ്ടാവും. കുഞ്ഞിക്കിളിയെ അവിടെ നിന്നൊന്നും മോളിൽ കയറിയില്ല. എന്നാന്നറിയോ, കുരങ്ങന്മാരതിൽ നടക്കുന്നതുകൊണ്ട് പേടിച്ചിട്ട് അവിടെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് പതുക്കെ കയറിയത്. പശ്ചിമഘട്ട മലനിരകളിലാണ് ഈ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിർത്തി കൊടുക്കണ്ട. ഇതുപോലെ വണ്ടി കയറി വരുമ്പോഴാണ് ബ്ലോക്കാവുന്നത്. പക്ഷേ ഒരു സൈഡ് എന്നാലും നിർത്തി കൊടുക്കേണ്ടി വരും. അപ്പം വണ്ടികൾ കൂടുതലുണ്ടല്ലോ പ്രശ്നം. കുറച്ച് വണ്ടികളെ ഉള്ളെങ്കിൽ അങ്ങനെ അങ്ങ് ഓടിക്കും. എഞ്ചിൻ ബ്രേക്കൊക്കെ ഇട്ട് വലിയ ഗിയറൊക്കെ കൊടുത്ത് ഇറങ്ങി പോകണം കേട്ടോ. അതെ അതെ. കുഞ്ഞിക്കിളിയെ എന്നാ വനമാന്ന് കണ്ടോ? ഇത് നോക്കിയായിരുന്നോ? നമ്മുടെ വണ്ടിയാ? നമ്മുടെ വണ്ടിയല്ല, നിർത്തിക്കൂടെ? നമ്മൾ നിർത്തിയേക്കാണല്ലോ. അതിന് തന്നെ അവിടുന്ന് പുള്ളി കൈ കാണിച്ചായിരുന്നു. അതെ അതെ, നമ്മുടെ ഫാമിലി മെമ്പർ കേട്ടോ. അതാണ് വണ്ടി കണ്ടോ, മനസ്സിലായോ? അതെ, അങ്ങനെ കൈ കാണിച്ചാന്ന് തോന്നുന്നു. അതൊരു വീതി കുറഞ്ഞൊരു വളവാ.
മാനന്തവാടിക്ക് പോകുന്ന വണ്ടി അത്. ഒരു ലോറി കയറി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഒരു 10-25 കാറുകൾ കാണും. 6ാമത്തെ ഹെയർ പിൻ ബെൻഡ്. മൊത്തം എത്ര എണ്ണം? 9 എണ്ണം കണ്ടാന്ന് തോന്നുന്നു അല്ലേ? മുന്നിൽ ആ ലോറി ഇറങ്ങി പോകുന്നോണ്ടാ വണ്ടികളെല്ലാം പതുക്കെ പതുക്കെ പോകുന്നത്. ആ മുകളിലത്തെ ഒരു 1-2 വളവാട്ടും വീതിയില്ലാത്ത. ഇവിടെയൊക്കെ നല്ല വീതിയാണ്, ഒരു കുഴപ്പമില്ല. തടിവണ്ടിക്ക് എന്ത് പറ്റിയോ? മഴ മൂടുണ്ട് കേട്ടോ നല്ലപോലെ. മഴ തകർക്കാൻ സാധ്യതയുണ്ട്. കുഞ്ഞിക്കിളി നമ്മള് മേളിൽ നോക്കിയില്ലേ? ആ ഇവിടെ അവിടുന്നാ മോളിൽ നോക്കിയപ്പോ കണ്ടായിരുന്നു. ഇവിടെ ഏടെ ഏറ്റവും ടോപ്പില് അത് കണ്ടോ കുഞ്ഞിക്കിളി? മോളിൽ കണ്ടോ? ആ ടവറിന്റെ അവിടെ മോളിൽ കണ്ടോ? അവിടെ നിന്ന് നമ്മളിപ്പോ നോക്കിയത്. ഏറ്റവും മോളിൽ നോക്കി. അവിടെ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴേ ഇവിടെ ഒക്കെ കണ്ടേ. തുഷാരഗിരി 5 കിലോമീറ്റർ. തുഷാരഗിരി വാട്ടർഫോൾസ്. ശരിക്കും പറഞ്ഞ വയനാട് എന്തോരം കാഴ്ചകളുണ്ടല്ലേ കാണാന്. ഈ ടൂറിസം ഒക്കെ ഇച്ചിരൂടെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലേ അല്ലേ, കേരളത്തിൽ എന്തേറെ സ്ഥലങ്ങളുണ്ട്. എന്ത് വരുമാനമാവും ഗവൺമെന്റിന്. പിന്നെ ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം നല്ല നീറ്റായിട്ട് ഇവിടെ നോക്കുകയും ചെയ്യണം, ക്ലീൻ ചെയ്യാനൊക്കെ അല്ലേ. അതെ അതെ. അപ്പൊ ആ വന്ന അവിടെ എല്ലാം വ്യൂ പോയിന്റിലെല്ലാം കിടക്കുന്ന പ്ലാസ്റ്റിക്കും പേപ്പറും കണ്ടോ എന്തെല്ലാം. അതൊക്കെ കർശനമായിട്ട് നിരോധിക്കണം, പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടിടുന്നത്. നിരോധിച്ചിട്ട് മാത്രം കാര്യമുണ്ട്, ഇത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യണം, അവിടെ ആളും വേണം. പ്ലാസ്റ്റിക് ഇടുന്നവർക്ക് പിഴ ഈടാക്കണം. പഞ്ചായത്ത് ക്ലീൻ ചെയ്യണ്ടേ. നമ്മുടെ കരിന്തണ്ടൻ മൂപ്പിനെ എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ബ്രിട്ടീഷുകാർക്ക് ഈ വഴികളൊക്കെ കാട്ടിക്കൊടുത്തത്. എന്നിട്ട് പാവത്തിനെ കൊന്നു കളഞ്ഞു. നമ്മൾ ചുരം ഇറങ്ങി തീരാറായി. അപ്പൊ നമ്മളത് അടിവാരത്തെത്തി. ചുരമൊക്കെ ഇറങ്ങി താഴെ വന്നു. ഇവിടുത്തെ മസ്ജിദ് കണ്ടോ കുഞ്ഞിക്കിളി? നമ്മുടെ താമരശ്ശേരി ചുരം ഇഷ്ടപ്പെട്ടോ? ഇതുണ്ടോ ആ വണ്ടിയുടെ വീല് പുകയുന്നുണ്ടോ? അവിടെ നോക്കി ചവിട്ടി ചൂടായി. അയ്യോ, നമുക്കേ കോഴിക്കോട് വഴി പോകണ്ട, ഭയങ്കര ട്രാഫിക് ആയിരിക്കും. നമുക്ക് ഇവിടുന്ന് നമുക്ക് അരീക്കോടൊക്കെ പോയി പെരിന്തൽമണ്ണയൊക്കെ കൂടി നമ്മൾ വന്ന വഴിക്ക് പോവാം. അഗസ്ത്യമൂഴി 21 കിലോമീറ്റർ, തിരുവമ്പാടി 15 കിലോമീറ്റർ. നല്ല അടിപൊളി മഴക്കാറ്. മിക്കവാറും നല്ല മഴയായിരിക്കും കേട്ടോ ഇനി. നല്ല കമുകിൻ തോപ്പ്. ഇവിടെ എല്ലാം നിറച്ച് റബ്ബർ മരങ്ങളും ഉണ്ട്. റബ്ബറുണ്ട് ഇഷ്ടം പോലെ. കുഞ്ഞിക്കിളി ഇതാണ് റബ്ബർ തോട്ടം. അതൊക്കെ കുഞ്ഞിക്കിളിക്ക് അറിയാം അല്ലേ? ഈ കുഞ്ഞിക്കിളിക്ക് അറിയത്തില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞാ. വലിയ കുന്നൊന്നുമില്ല, ചെറിയൊരു ചായ്വ് അല്ലേ? അതെ. ഇതൊക്കെ റബ്ബറൊക്കെ വെട്ടിയിട്ട് റബ്ബർ തൈ വെച്ചേക്കാം. അതിനകത്ത് കൈതയുണ്ട്. ഇപ്പം കാട് കയറിയേക്കുള്ളൂ അല്ലേ? ഇതാണ് പൈനാപ്പിൾ അഥവാ കൈതക്കൃഷി. അപ്പോൾ ഇതുപോലെ റബ്ബർ വെട്ടി കഴിയുമ്പം അങ്ങനെയുള്ളിടത്താണ് തൈ വെക്കുന്നതോടെ കൈതയും കൂടെ കൃഷി ചെയ്യും. നമ്മളെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് വാഴക്കുളമാണ് എൻ്റെ മെയിൻ സെൻറ്റർ. മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള വാഴക്കുളം. ഇത് പൈനാപ്പിൾ കൃഷിയുടെ ഏരിയ ആണല്ലോ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ കൃഷി. ഈ റോഡിൻ്റെ 2 സൈഡും. അത് ഇവിടെയൊക്കെ വന്ന് വണ്ടി ലോഡ് കയറി പോകുന്നതായിരിക്കും അല്ലേ? അതെ, ഇവിടെ നിന്നൊക്കെ ലോഡ് കയറ്റുന്ന. മഴക്കാരൊക്കെ പോയി കേട്ടോ. മഴ ചെറുതായിട്ടൊന്ന് ചാറിയൊക്കെ വന്നിട്ട് അങ്ങ് പോയി. പക്ഷെ അത് പറയാൻ പറ്റില്ല. നമ്മൾ അവിടെ ചിലപ്പോൾ മഴ പെയ്ത് കാണും. നമ്മൾ മുന്നോട്ട് ഇങ്ങനെ ഓടി ഓടി പോരുമല്ലേ. ലെഫ്റ്റ് പോട്ടെ. അഗസ്ത്യമൂഴിയായത്. കോഴിക്കോട് വഴി പോണോ? വേണ്ട വേണ്ട, നമുക്ക് ഇത് വഴി പോകാം. അഗസ്ത്യമൂഴിന്നും അഗസ്ത്യൻ മൂഴിന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇത് മുക്കം. അടുത്തടുത്ത സ്ഥലമല്ലേ? അപ്പം ഇനി അരീക്കോട്. മുക്കം മാനവ സൗഹൃദ നഗരത്തിലേക്ക് സ്വാഗതം. ഇരുവഴിഞ്ഞിപ്പുഴയാണിത്. മഞ്ചേരി, മലപ്പുറം, പെരിന്തൽമണ്ണ, നിലമ്പൂർ. നമുക്ക് പെരിന്തൽമണ്ണ റൂട്ടിലാണ് പോകണ്ടേ. ഇത് ചാലിയാർപ്പുഴയാണ്. അപ്പോൾ നമ്മൾ അരീക്കോടെത്തി. ശരിക്കും കേരളത്തിൽ കൂടെ നമ്മൾ പോകുമ്പോഴേ എല്ലാം സിറ്റിയാണ്. അതെ അതെ. സിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ഇനി കുറച്ചാളൂടെ കഴിഞ്ഞാൽ ഉണ്ടല്ലോ കേരളം മൊത്തം സിറ്റിയാവും. ഇപ്പം തന്നെ സിറ്റിയാ. അല്ല, കുറച്ച് ഇടയൊക്കെ ഇല്ലാത്തടം ഉണ്ടല്ലോ, അതെല്ലാം ഒന്നാവും. കാവനൂരത് മൊത്തം ടൗണേ ഉള്ളല്ലേ. ഇന്നതൊക്കെയാലും വലിയ തിരക്കൊന്നുമില്ല. വലിയ തിരക്കില്ല. ഞാനതാ ഓർത്തേ. അല്ലെങ്കിൽ പകലൊക്കെ ഓടിക്കണമെങ്കിൽ പാള. മേലാക്കം മഹല്ല് ജുമു ഒത്തുപള്ളി. പിന്നെ മഞ്ചേരി ഇല്ലേ നമ്മൾ? മഞ്ചേരി, പെരിന്തൽമണ്ണ, തൃശ്ശൂർ. അപ്പോൾ നമ്മൾ മഞ്ചേരി എത്തി. മലപ്പുറം ജില്ലയിലെ മെയിൻ ഒരു സിറ്റിയാണ് മഞ്ചേരി. നമ്മളിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സമയമാവൂല്ലേ? ഇന്നല്ല, നാളെ വെളുപ്പിനെ ചെല്ലുള്ളൂ. നേരം വെളുക്കുന്നതിന് മുമ്പ് ചെല്ലാം എന്നാലും
ഒരു മണി 2 മണി ഒക്കെ ആവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കുഞ്ഞുങ്ങളെ വേണേൽ കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ എൻ്റെ ഉറക്കമെല്ലാം ഉറക്കി തീർത്തു. ആണോ? ഇത്ര നേരം കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ അല്ലേ? അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഓടിക്കുന്ന ആൾക്ക് കൂട്ടിരിക്കാം ഉറങ്ങാതെ. ആ തൃശ്ശൂർ 90 കിലോമീറ്റർ. 90 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കുമായിരിക്കും. ഇപ്പം നമ്മൾ തൃശ്ശൂർ എടുക്കാറായി. തടി വണ്ടികൾ ഇതെല്ലാം പെരുമ്പാവൂർ വന്ന വണ്ടികളായിരിക്കും. അതെ, അവിടെ വേറെ മുന്നേ നോക്കിയേ എത്ര വണ്ടിയാന്ന് നോക്കിയേ. നമ്മൾ അവിടെ കാണുന്ന പോലെ തന്നെയാണല്ലോ. എന്ത് വണ്ടികളാണ്. അപ്പോൾ അതെ, നമ്മൾ ഹൈവേ വന്ന് ചേർന്നു. ഇനി 544 കൂടെ പോവാം. നീ പെട്ടെന്ന് അങ്ങനെയല്ലോ. എവിടെ വരെ? അങ്കമാലി വരെ. അതെ. അപ്പോൾ നമ്മുടെ വയനാട് യാത്രയൊക്കെ കഴിഞ്ഞ് അതെ നമ്മൾ വീട്ടിലെത്തി. സമയം ഇപ്പോൾ വെളുപ്പിനെ 2:15. കുഞ്ഞിക്കിളിയാണെങ്കിൽ 9 മണിയായപ്പോൾ കയറി കിടന്നു. ഞാനൊരു 1 മണിക്കൂർ കിടന്നിട്ട് എണീറ്റേക്കാന്ന് പറഞ്ഞ ഇപ്പോഴാ വന്ന് ഇവിടെ വണ്ടി നിർത്തിയപ്പം വിളിച്ചപ്പോഴേ ചാടി എണീറ്റു കേട്ടോ. ഒറ്റ വിളിക്കാൻ ചാടി എണീറ്റു. അച്ഛയമ്മയെ കിടന്ന് ഉറക്കുക. ഞങ്ങളും ഉറങ്ങാൻ പോകും. ഞങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞിക്കിളിക്ക് ഉറക്കം വരികയല്ലോ. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഉറങ്ങിക്കോളാം. ഉറങ്ങാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.